വീഴ്ച തുടർന്ന് NTA UGC നെറ്റ് ചോദ്യപേപ്പറിൽ വീണ്ടും പിഴവുകളെന്ന ആരോപണം. സോഷ്യോളജി പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ പ്രമുഖ സാമൂഹ്യശാസ്ത്രജ്ഞരുടെ പേരുകൾ തെറ്റാണെന്ന വിദ്യാർത്ഥികൾ. ഗുരുതരമായ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിഴവുകളും ഉണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഫെമിനയാണ് ചേരുന്നത് ദില്ലിയിൽ നിന്ന്. ഫെമിന, എന്താണ് തുടർച്ചയായിട്ട് ഇത്തരം പിഴവുകളാണ് NTAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? എന്താണ് ഇപ്പോൾ സാഹചര്യം? അതെ, നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നതിന് പിന്നാലെ ഇപ്പോൾ UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിലും പിഴവുകളാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ജൂൺ 30-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ നെറ്റിന്റെ സോഷ്യോളജി പരീക്ഷ നടന്നത്. സോഷ്യോളജി പരീക്ഷയിലെ ചോദ്യപേപ്പറുകളിൽ പ്രമുഖ സാമൂഹ്യശാസ്ത്ര തുടരാം ഫെമിന. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെയാണിത് ഇപ്പോൾ മറ്റൊരു വീഴ്ച NTAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. UGC നെറ്റ് ചോദ്യപേപ്പറിൽ വീണ്ടും പിഴവുകളെന്നാണ് ആരോപണം. സോഷ്യോളജി പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ പ്രമുഖ സാമൂഹ്യശാസ്ത്രജ്ഞരുടെ പേരുകളടക്കം തെറ്റാണ്. അക്ഷരത്തെറ്റുകളും വ്യാകരണ പിഴവുകളും അടക്കമുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഫെമിന, തുടരാം, എന്താണ്? അതെ, പരീക്ഷാ പേപ്പറിൽ ഗുരുതരമായിട്ടുള്ള അക്ഷരത്തെറ്റുകളും വ്യാകരണ പിഴവുകളും ഉണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സിലബസുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങളുമുണ്ട്. പ്രധാനമായിട്ടും പരീക്ഷാ പേപ്പറിൽ പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ തെറ്റായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് സോഷ്യോളജി പേപ്പറിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് പരീക്ഷയിൽ 67 ചോദ്യങ്ങൾ മുൻകാല പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ നിന്നാണ് ഉള്ളത്. മാത്രവുമല്ല, ഈ ഹിന്ദി പരിഭാഷ വളരെ മോശമായിട്ടുള്ള ഒരു ഹിന്ദി പരിഭാഷ ചോദ്യപേപ്പറുകളിൽ ചോദ്യങ്ങളിൽ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആയിരിക്കും ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ പരീക്ഷ പേപ്പറുകളിൽ തെറ്റായ അക്ഷരത്തെറ്റുകൾ ഉള്ളതിനാൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അത് അവരുടെ പരീക്ഷ എഴുതുന്നതിൽ സമയം നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ജൂൺ 30-ാം തീയതി നടന്ന സോഷ്യോളജി പരീക്ഷയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് NTA വൃത്തങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും പിഴവുണ്ടെങ്കിൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ പരിഹരിക്കും എന്നാണ് NTAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വിശദീകരണം. എന്നാൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിന് പിന്നാലെ ഇപ്പോൾ നെറ്റ് പരീക്ഷയിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനമായിട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ശരി, ഫെമിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.